നോബൽ നോബൽ ഇപ്പോൾ ഡൽഹിയിലെ നീക്കങ്ങൾ എങ്ങനെയാണ്? രമേശ് ചെന്നിത്തല തനിക്ക് ഹൈക്കമാൻഡുമായി നല്ല ബന്ധമാണെന്ന് ഇവിടെ കേരളത്തിൽ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുകയാണ്. തന്റെ സീനിയോറിറ്റി പരിഗണിക്കണം എന്നുള്ളതും ചെന്നിത്തല പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആരെയാണ് ചെന്നിത്തല ഡൽഹിയിൽ ആദ്യം കാണാനിരിക്കുന്നത്? സ്മൃതി, രമേശ് ചെന്നിത്തല ദില്ലിയിൽ ആണ് എത്തിയിരിക്കുന്നത്. അദ്ദേഹം വലിയ പ്രതീക്ഷയിലാണുള്ളത്. കാരണം ഹൈക്കമാൻഡ് തന്റെ പേര് തീരുമാനിക്കും എന്നൊരു പ്രതീക്ഷ അദ്ദേഹം എന്താണെങ്കിലും പങ്കുവയ്ക്കുന്നുണ്ട്. ഹൈക്കമാൻഡ് എല്ലാ കാര്യത്തിലും തീരുമാനം എടുക്കുമെന്നാണ് രമേശ് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ 10 ജൻപത്തിൽ എത്തി സോണിയാഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ് ഏറ്റവും നിർണായകമായ കാര്യം. ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നടക്കുമ്പോൾ മുഖ്യമന്ത്രി ചർച്ച, കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾ തന്നെയായിരിക്കും അതിൽ ഉയർന്നു വരിക. അദ്ദേഹത്തിന്റെ താല്പര്യം അടക്കം അദ്ദേഹം സോണിയാഗാന്ധിയോട് വ്യക്തമാക്കുകയും ചെയ്യും. പ്രത്യേകിച്ച് സോണിയാഗാന്ധിയുമായി വളരെ വലിയ അടുപ്പം രമേശ് ചെന്നിത്തലയ്ക്കുണ്ട്. ഒരുപക്ഷെ രാഹുൽ ഗാന്ധിയേക്കാൾ കൂടുതൽ അടുപ്പം സോണിയാഗാന്ധിയുമായിരിക്കും രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാവുക. സ്വാഭാവികമായി അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് തന്റെ ആവശ്യം സോണിയാഗാന്ധിക്ക് മുന്നിൽ തന്നെ അവതരിപ്പിക്കാനുള്ള നീക്കം രമേശ് ചെന്നിത്തല ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയും ചെയ്യുന്നത്. ഇന്നിപ്പോൾ മഹാരാഷ്ട്രയുടെ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട യോഗത്തിനാണ് യഥാർത്ഥത്തിൽ വന്നിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ യോഗം നടക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊപ്പം തന്നെ ആ യോഗത്തിൽ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. 10 ജൻപത്തിലാണ് ആ യോഗം നടക്കുന്നത്. സ്വാഭാവികമായി സോണിയാഗാന്ധിയുടെ വസതിയാണ്. ഇന്നിപ്പോൾ അല്പസമയത്തിനകം തന്നെ രമേശ് ചെന്നിത്തല ഇങ്ങോട്ട് പുറപ്പെടും. അതിനുശേഷം ഇവിടെ സോണിയാഗാന്ധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും മുഖ്യമന്ത്രി പദത്തിലേക്ക് തന്റെ ആവശ്യം, പ്രത്യേകിച്ച് തന്റെ മുൻ പരിചയം, അതോടൊപ്പം തന്നെ മുതിർന്ന നേതാവെന്ന പരിഗണന, അതോടൊപ്പം തന്നെ മുൻ KPCC അധ്യക്ഷൻ എന്ന പരിഗണന, ദേശീയ തലത്തിലുള്ള ബന്ധം എല്ലാം വ്യക്തമായിക്കൊണ്ട് തന്നെ തന്റെ പരിചയമടക്കം സൂചിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കസേരയിലേക്ക് തന്നെ എടുക്കണം, തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്ന ആവശ്യം തന്നെയായിരിക്കും രമേശ് ചെന്നിത്തല ഉന്നയിക്കാൻ പോകുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കൂടിക്കാഴ്ചയിൽ സോണിയാഗാന്ധി എന്ത് മറുപടി കൊടുക്കും എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് കേരളത്തിലേക്ക് നിരീക്ഷകർ എത്തിക്കൊണ്ട് ഹൈക്കമാൻഡ് തീരുമാനപ്രകാരം MLA-മാരുടെ അഭിപ്രായങ്ങൾ കേൾക്കും. അതോടൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ ഇങ്ങോട്ട് കൈമാറുകയും ചെയ്യും. അതിനിടയിലാണ് ഇപ്പോൾ എന്താണെങ്കിലും വളരെ പ്രധാനപ്പെട്ട മണിക്കൂറിൽ കൂടിയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ച കടന്നു പോകുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്താണെങ്കിലും ദില്ലിയിലേക്ക് എത്തിയിരിക്കുന്നത്. നിർണായകമായ കൂടിക്കാഴ്ച ഇവിടെ നടത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. സോണിയാഗാന്ധി അല്പസമയത്തിനും കാണും. പിന്നീട് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായി നടക്കുന്ന മീറ്റിംഗിന് ശേഷം ഈ രണ്ട് നേതാക്കളെ കൂടി കണ്ട ശേഷമായിരിക്കും അദ്ദേഹം ഇന്ന് വൈകുന്നേരത്തെ 6 മണിയുടെ വിമാനത്തിൽ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് എത്തുക എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്.